ഈ വീഡിയോ എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടോണ്ടിരിക്കുന്നത്? ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് ട്രൈങ് ടു കൺവേ സം പൊളിറ്റിക്കൽ ഇമോഷൻസ് റാദർ ദാൻ പേഴ്സണൽ. എനിക്ക് ചില മനുഷ്യർ അങ്ങനെയാണോ. ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയേറെ പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ്ലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് തന്റെ മകൾക്ക് അന്യമതത്തിൽപ്പെട്ടൊരു പയ്യനുമായി ബന്ധമുണ്ടായിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിലോ, എങ്കിലെന്തായിരിക്കും അയാൾ ചെയ്യുക? എന്ത് ചെയ്യും? എന്തും. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഐ ഡോണ്ട് നോ. വക്കീൽ എന്തിനാ വിളിച്ചത്? പൈസക്ക്, അല്ല എന്തിനാ? എന്റെ മാലയോ വളയോ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കാം. ഈ കേസ് ജയിച്ചാ നമ്മുടെ കൊച്ചിന് നീതി കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? നമ്മൾ എന്ത് ചെയ്യാൻ? അവൻ പുറത്തിറങ്ങട്ടെ എത്രയും പെട്ടെന്ന്. എന്നിട്ട് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളുടെ ഈ കലി വൈരാഗ്യമൊക്കെ നമ്മുടെ കൊച്ചു പോയതുകൊണ്ടാണോ, അത് നിങ്ങളുടെ ഈ നശിച്ച പാർട്ടി കാരണമാണോ? കേട്ടോളെ, നിന്റെ ഒറ്റ വരുത്തിലെ നോട്ടപ്പേസ കാരണോ നമ്മുടെ കൊച്ചിന് ഇങ്ങനെയൊക്കെ വന്നത്? അതെങ്ങനെയാ? അവള് രാവിലെ ബാഗ് തൂക്കിയാൽ ഇറങ്ങുമല്ലായിരുന്നോ ഉദ്യോഗത്തിന്? എന്നെ നോക്കുന്നോ പോട്ടെ, നമ്മുടെ കൊച്ചിനെ നിനക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ ഒരു നല്ലൊരു തള്ളയായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചിന് ഇത് വരത്തില്ലായിരുന്നു. എന്നിട്ട് അവള് പ്രസംഗിക്കാൻ വന്നേക്കുന്നു. നിങ്ങൾ എന്തേ പറഞ്ഞത്? ഞാൻ ഉദ്യോഗത്തിന് പോയില്ലെങ്കിൽ കാണായിരുന്നു. നിങ്ങളെ ഉണ്ടാക്കി വെച്ച കടവയ്ക്ക് ഞാൻ ഈ ബാഗ് തൂക്കിട്ട് ഇറങ്ങിട്ട് എന്നെ വീട്ടിയത്. ദ്രോഹി, നീ പൊഴുത്ത ചാവത്തോളൂടാ. ഹലോ, പറടാ. എവിടെയുണ്ട്? ഞാനിതാടാ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഓക്കെ. പിന്നെ ഞാനൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി വിളിച്ചതാ. നിയാസില്ലേ, അവൻ നമ്മളുമായിട്ട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓ, ദാറ്റ്സ് സർപ്രൈസിങ്. ഇനിയിപ്പോ വായ ഓർക്കാണ്ടിരുന്ന പണി പാളുമെന്ന് അവന് തോന്നിക്കാണും. പിന്നെ ഈ കൗൺസിലിംഗ് ഒക്കെ ഓൺഗോയിങ് ആയിരുന്നല്ലോ, അതിലൊന്നൊരു മാറ്റമായിരിക്കും. ഗ്രേറ്റ് ന്യൂസ്. ഞാനേ ഷെമിനെ വിളിച്ച് കാര്യം പറയട്ടെ. കലക്കടാ. ഓക്കെ. നിയാസേ, പേടിക്കണ്ടടോ. നീ എന്നെ ഒരു വക്കീലായിട്ടൊന്നും കാണണ്ട, ഒരു ചേട്ടനെ പോലെ കണ്ടാ മതി. എന്തായാലും നീ സംസാരിക്കാൻ സമ്മതിച്ചല്ലോ. നിയാസ്, ഞങ്ങളോട് വേറെ ഒന്നും പറയണ്ട. അന്ന് എന്താ ഉണ്ടായെന്ന് മാത്രം, അത് മാത്രം പറഞ്ഞാൽ മതി. നിയാസ് പ്ലീസ്, എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നീ എന്തിനാ പാവത്തിന് അങ്ങനെ? കൊച്ചു കുട്ടിയായിരുന്നല്ലേ അവള്? എന്ത് തെറ്റാ അവള് നിന്നോട് ചെയ്തത്? അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഞാൻ സ്കൂളിൽ പോയില്ല. ഉച്ചവരെ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ശ്രീകുട്ടി അന്ന് പോയി. അവളുടെ വീടിൻ്റെ അടുത്ത രമണി ആൻറ്റി, അവർ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. രമണി ആൻറ്റി അന്ന് അവിടെ കാണില്ലെന്ന് ശ്രീകുട്ടി എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾ വരും മുന്നേ വീടിൻ്റെ പുറകിലെ വിറകുപുരേ പോയിരുന്നു. എന്താ, എന്തിനാ ഓടിയ? ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ. അവിടെ ആ പോസ്റ്റിനടുത്ത് ആ പൊട്ടനുണ്ണി, ഇനി ജീവൻ പോയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഇടപെടൽക്കൂടെ വന്നേ. നിനക്ക് മാത്രമുള്ള ഈ പേടി? അങ്ങേരെ ഒരു പാവ. നീ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി വാതിൽ പറ. എൻ്റെ ശ്രീക്കുട്ടിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളൊരു പാവമായിരുന്നു. അവൾക്കെന്നെ വല്ലാതെ ഇഷ്ടമായിരുന്നു. അവളെ ഞാനെങ്ങനെ കൊല്ലാനാ? അവള് പോയി.
ഇനി ഞാൻ നിരപരാധിയും തെളിയിച്ചിട്ട് എന്ത് ചെയ്യാനോ? അവൾക്കറിയാല്ല. അന്ന് ഏകദേശം എത്ര മണിക്കാണ് നിയാസ് അവിടെ നിന്ന് ഇറങ്ങിയത്? കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു 1/4 മണിക്കൂർ ഞാനവിടെ നിന്ന് കാണും. ഞാൻ പോകുന്നത് നോക്കി ശ്രീകുട്ടി ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവളവിടെ നിൽക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നീ അങ്ങോട്ടാ പോയത്? അന്ന് ഗോവിന്ദൻ ഞാൻ അവനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനിരുന്ന, പെട്ടെന്നാണ് അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അവൻ്റെ ചേച്ചിയുടെ വീട്ടിൽ എന്തോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാണ്ടെന്ന്. പോകുന്ന വഴിക്ക് മഴ പെയ്തു, നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിരുന്നു. പിന്നെ മഴയൊക്കെ തുറന്നിട്ടാ പോയത്. വൈകിട്ട് തിരിച്ചു വന്നപ്പോഴാണ്. നിയാസെ, അന്ന് രാവിലെ തൊട്ട് നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നേ? നിയാസെ, മക്കളെ ഇന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണം. വൈകിട്ട് മെല്ലിലും പോണം. ഏതായാലും നീ ഇന്ന് വീട്ടിൽ നിൽക്കുമല്ലേ? നമുക്ക് വാപ്പുമാനെ കാണാൻ പോയാലോ? നീ അവരൊക്കെ കണ്ടിട്ട് കുറെ കാലം ആയില്ലേടാ. അല്ലെങ്കിൽ പാപ്പാന്റെ ആളുകൾ എന്നെയല്ലേ കുറ്റം പറയൂ. നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? എന്തിനാ? എന്തോന്നും രാവിലെ തന്നെ ചുമ്മാ കിടന്ന് മനുഷ്യൻ ചെവിയാക്കണ്ടേ? ഒരു ദിവസം വീട്ടിൽ നിൽക്കാന്ന് വെച്ചാ ഒരു സൗകര്യം തരത്തില്ല. കുറെ നേരം അവന്റെ ഉടുക്കത്തൊരു ഫോൺ. നീ ആരാണ് നോക്കി പേടിപ്പിക്കണം? നിലത്ത് നിന്ന് വളർന്നാ മതി. ഉമ്മച്ചിയെ മര്യാദ പിടിക്കാൻ നീ ആയിട്ടില്ല, മനസ്സിലായോ? പയ്യെ പറയടാ, അപ്പുറത്തും ഉള്ളവരൊക്കെ കേൾക്കും. ഉമ്മ ഇത് എന്താണെന്നിട്ടാ ക്ലാസ്സും കട്ട് ചെയ്ത് കുറെ മാരപ്പം കറങ്ങി തിരിഞ്ഞ് വായ നോക്കി നടന്നിട്ട് ഇവൻ എന്നൊന്നും സഹായിക്കാൻ വയ്യ. എനിക്ക് വീട്ടിലും കടയിലും കാര്യങ്ങളും നോക്കി നടന്ന് മടുത്ത്. ഞാൻ ഈ ഓടുന്നത് ഇവനും കൂടെ വേണ്ടിയല്ലേ? ഇവന് അതിന്റെ വല്ല ചിന്തയുണ്ടാ? ഇനി മേലാ നിന്റെ തൊള്ള ഉമ്മാടെ തിരെ തുറന്നു എന്നറിഞ്ഞ അതോടെ തീരും നിന്റെ കളിയും കറക്കൊക്കെ, മനസ്സിലായടാ? ദേ അവൻ വന്നു എന്ന് തോന്നുന്നു. അല്ല, നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും പറയാനോ എനിക്കൊന്നും പറയാനോ അറിഞ്ഞൂടാ. ഈ നാട്ടിൽ എന്റെ ഉമ്മാക്ക് എനിക്ക് ജീവിക്കാൻ പറ്റാണ്ടായി. പാപ്പ മരിച്ചപ്പോണ്ടായ കടമൊക്കെ വീട്ടി ഒരു ചെറിയ കടയൊക്കെ ഇട്ട് ഞങ്ങൾ ജീവിതം കരക്കടിപ്പിക്കായിരുന്നു. കടയൊക്കെ നാട്ടുകാർ തല്ലി തകർത്ത്. ഇവിടെ പരിസരം നിങ്ങൾ കണ്ട? എന്റെ ഉമ്മാക്ക് മുറ്റം അടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പേടിയാണ്. പൊട്ടി ജനലൊക്കെ കണ്ടില്ലേ? നാട്ടുകാരൊന്ന് സമ്മാനമാണ്. എന്താ അറിയണമെന്ന് പെട്ടെന്നാവട്ടെ. വക്കീൽ പറഞ്ഞോണ്ട് മാത്രമാണ്. നിയാസിന് ശ്രീകുട്ടിയോടുണ്ടായ അടുപ്പം ഷിയാസിനും ഉമ്മാക്കും നേരത്തെ അറിയായിരുന്നോ? ഇല്ല. നിയാസ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ നിരപരാധിയാണെന്നോ അങ്ങനെ വല്ലതും? പറയാതെ തന്നെ എനിക്കറിയാലോ അവനങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ദയവീതി ഇവിടെ നിന്ന് ഇറങ്ങണം പ്ലീസ്. ഈ നിയാസ് ഇപ്പൊ പെട്ടെന്ന് വക്കീലോട് സംസാരിക്കാൻ തയ്യാറായത് എനിക്കത്ര ദഹിച്ചിട്ടില്ല. ബട്ട് വൈ? അവന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഒരു 17-കാരൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അവന് അതിൻ്റെ ഒരു മെന്റൽ ഷോക്ക് ഉണ്ടായി കാണും. അതിൽ നിന്ന് അവന് പുറത്തു വരാൻ ടൈം എടുത്തു. അതിനെ അങ്ങനെ കണ്ടാൽ മതി. കോപ്പാണ്. അവനെതിരെയുള്ള ഓരോ എവിഡൻസും കൃത്യമായി സമയമെടുത്ത് പഠിച്ചു പറഞ്ഞൊരു കഥ. എനിക്കതിന് അങ്ങനെയാ തോന്നിയത്. പോരാത്തതിന് അതിനെ ഓതറൈസ് ചെയ്യാൻ വീട്ടുകാരുടെ വക ഒരു ഫോൺ പൊട്ടിയ കഥയും. ഒരു പക്ഷേ അവൻ പറയുന്നതിലൊക്കെ സത്യം ഉണ്ടെങ്കിലോ? അവനൊരു കൊച്ചു പയ്യനല്ലേ? അവൻ കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓൾസോ നോ വൺ ഷുഡ് ബി എ വിക്ടിം ഓഫ് അവർ പ്രെജുഡിസ്. എടോ, അവൻ ഈ മർഡർ ചെയ്തിട്ടില്ലെന്നോ അവൻ ഇന്നസെന്റ് ആണെന്നോ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. പോസിബിലിറ്റീസ് അതുകൂടെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറിക്ക് ഒരു എൻഗേജിങ് എലമെന്റ് കിട്ടും. അല്ലെങ്കിൽ ഇതൊരു പ്ലെയിൻ കോണ്ടന്റ് ആയി പോവില്ലേ? നീ ഇത്രയും നേരം എനിക്ക് പരിചയമില്ലാത്ത ഒരു ആനന്ദിനെ പോലെ സംസാരിച്ചേ. പക്ഷെ നീ ഇപ്പൊ സംസാരിക്കുന്നത് എനിക്ക് പരിചയമുള്ള പല മോപ്രകളെയും പോലെയാ. ഇതിനേക്കാ ഭേദം എന്നൊരു വിളിച്ചു പോക്കൂടായിരുന്നോ? ഷെമിൻ, ഷെമിൻ അവിടെ നിൽക്കും. താൻ ഇങ്ങനെ വീടായി പെരുമാറാൻ മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞത്? നീ ഇപ്പൊ ഇങ്ങനെ ഈ പെരുമാറുന്നൊക്കെ നിന്റെ എത്തിക്സിന്റെ പുറത്തൊന്നുമല്ല, കഴിഞ്ഞ ഇൻസിഡന്റിന്റെ ട്രോമയുടെ പുറത്താ. ആനന്ദ് പ്ലീസ്, നമ്മൾ എന്തിനാ എത്ര ദൂരം വന്നത്? നിയാസ് എന്തിന് ശ്രീകുട്ടി എത്ര ക്രൂരായി കൊന്നു എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താൻ. ആൻഡ് നൗ വാട്ട്സ് യുവർ പോയിന്റ്? നീ എന്തൊക്കെ പറഞ്ഞാലും
എനിക്കൊരിക്കലും കൺമുന്നിലുള്ള ഒരു കുറ്റവാളിയെ കണ്ടില്ല എന്നടിച്ച് നമ്മൾ ചെയ്യുന്ന സ്റ്റോറിക്ക് ജസ്റ്റ് വ്യൂസും റീച്ചസും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. അത് നീ നേരത്തെ പറഞ്ഞ ആ ട്രോമയുടെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ടായിരിക്കും. എടോ, ഞാൻ തന്നെ കളിയാക്കിയതോ ഒഫൻഡഡ് ആവാൻ പറഞ്ഞതോ അല്ല. ഷെമിൻ, നീ പറയുന്ന പോലെ അല്ല. ഒന്നുകിലും ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ടും നിന്റെ ഉള്ളിലുള്ള ബ്ലൈൻഡ് ആയ ഫെമിനിസ്റ്റ് അത് എടുക്കാൻ തയ്യാറല്ല. യെസ്, ഐ എം ബ്ലൈൻഡ്, ബട്ട് ഐ എം നോട്ട് ആക്ടിങ് ആസ് എ ബ്ലൈൻഡ് ലൈക്ക് യു. നീ തന്നെ അല്ല എന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞ് തർക്കിക്കാറ് ഫെമിനിസം എന്നാൽ ഹ്യൂമനിസം ഒന്നും കൂടെ അർത്ഥമുണ്ടെന്ന്. വെരി ഹ്യൂമനിസ്റ്റ് സൈഡ്. ശരിയാണ്, അവൻ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ കോടതി അവനെ കുറ്റവാളി എന്ന് വിധിക്കുന്നത് വരെ അവൻ മനുഷ്യത്വം അർഹിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റമോ സൊസൈറ്റിയോ ഈ മനുഷ്യത്വം അവന് കൊടുക്കില്ല. നിന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം ഒരു ചെറിയ പെൺകുട്ടി ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് നിന്റെ മനസ്സിനെ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റർബൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഷെമിൻ,